ഹലോ, അസ്സലാമലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ്. അതായത് നമ്മുടെ മീഷോയിൽ നിന്ന് ഞാൻ കിച്ചണിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എന്തൊക്കെയാണ് ഏതൊക്കെയാണ് എന്നുള്ളത് നിങ്ങളൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ അതെന്താണെന്നുള്ളത് നമുക്ക് വീഡിയോ കണ്ടു നോക്കിയാലോ. അപ്പോൾ അതിന് മുമ്പേ വീഡിയോ കാണുന്നതിന് മുമ്പേ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യൂ കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് ആവശ്യത്തിന് കുറച്ച് എന്താ പറയുക ഡപ്പകൾ ഉണ്ടാവില്ല, അതായത് എയർ ടൈറ്റായിട്ട് ഇരിക്കുന്ന കുറച്ച് ബോട്ടിലുകളാണ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ വലിയ സൈസും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ചെറിയ സൈസും നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയൊരു സ്റ്റാൻഡ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു ഓഫറിലാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. കുഞ്ഞു കുഞ്ഞു ഡപ്പകളാകുമ്പോൾ അതിൽ നമുക്ക് അതായത് സാമ്പാർ പൊടി, അതുപോലെ തന്നെ ചിക്കൻ പൊടി, ഗരം മസാലയുടെ പൊടി, കുരുമുളകിൻ്റെ പൊടി അതൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുഞ്ഞു കുഞ്ഞു ഡപ്പകൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നല്ലൊരു ഓഫറിലാണ് കിട്ടിയിട്ടുള്ളത്. കാരണം 6 പീസ് എടുത്താൽ ഇത്ര എണ്ണം, അതുപോലെ തന്നെ കോംബോ ഓഫറിലാണ്, നമുക്ക് നല്ലൊരു ഓഫറിലാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതായത് 12 എണ്ണം ചെറിയ ബോട്ടിലായിട്ടും കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഉപ്പിടാൻ വേണ്ടിയിട്ട് ചെറിയൊരു പാത്രം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് തൈരൊക്കെ നമ്മൾ വാങ്ങിക്കുമ്പോൾ കിട്ടണ ഒരു ബോട്ടിൽ ഉണ്ടാവില്ല, അപ്പോൾ ആ ബോട്ടിൽ അതിൽ ഞാൻ കോൺഫ്ലവർ ആക്കി വെച്ചതാണ്. പിന്നെ ഈ ഒരു സ്റ്റാൻഡാണ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ കിച്ചണിൽ ഏതെങ്കിലും ഒരു ഒരു കോർണറിൽ വെക്കുന്നതാണ് ആ സ്റ്റാൻഡ്. പിന്നെ വാങ്ങിച്ചിട്ടുള്ളതാണ് ഈ വലിയ ഒരു ബോട്ടിൽ. അപ്പം നമ്മുടെ കയ്യിൽ പഴയ സ്റ്റോക്ക് ഒരുപാട് ബോട്ടിലുകളുണ്ട്, അത് ഒഴിവാക്കാനായിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഈ ബോട്ടിൽ ഇങ്ങനെ കോംബോ ഓഫറിൽ കണ്ടപ്പോൾ നമ്മൾ മീഷോയിൽ നിന്ന് ഓർഡർ എടുത്ത്. അപ്പോൾ അതിൽ നമുക്ക് പയർ, മുതിര, കടല അങ്ങനെയുള്ളതൊക്കെ നമുക്ക് ഇട്ട് വെച്ചാലും തന്നെ നമുക്ക് എന്താണ് ഇതിലിരിക്കണെന്നുള്ളത് കാണാനും എളുപ്പമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ കുറച്ച് ബോട്ടിലുകളാണ് നമ്മൾ വാങ്ങി വെച്ചത്. അപ്പോൾ അതിൽ ഞാൻ പരിപ്പ്, പയർ, കടല അങ്ങനെയുള്ളതൊക്കെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരു ഭാഗത്ത് വൃത്തിയാക്കുന്നുണ്ട്, ഞാനിവിടെ ഇതൊക്കെ ഇങ്ങനെ ഓരോ ഭാഗത്താക്കിയിട്ട് ഡപ്പകളിലാക്കിയിട്ട് മാറ്റി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ബോട്ടിലുകളൊക്കെ നമുക്ക് നല്ല ലാഭത്തിൽ നമുക്ക് മീഷോന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കയറിയിട്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, നമുക്ക് നല്ല ലാഭത്തിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ പഞ്ചസാരയുടെ ഡപ്പൊക്കെ ഒന്ന് ഇതായിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ അതൊക്കെ മാറ്റിയിട്ട് ഇതിൻ്റെ ബോട്ടിൽ നമുക്ക് 6 ബോട്ടിൽ വലുതും കിട്ടിയിട്ടുണ്ട്, 12ഓളം ബോട്ടിൽ നമുക്ക് ചെറുതും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു ഇതെന്ന് പറഞ്ഞാൽ കിച്ചണിലെ വൃത്തിയാക്കലും അതുപോലെ തന്നെ ബോട്ടിലുകളൊക്കെ ഒന്ന് ശരിയാക്കലും കിച്ചൺ ക്ലീൻ ചെയ്യലൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അതിൽ കൂടെ നമുക്ക് വന്നിട്ടുള്ള മീഷോത്തെ പ്രൊഡക്റ്റ് നിങ്ങളൊന്ന് കാണിക്കുക. അപ്പോൾ അതിന് നമ്മൾ എന്തൊക്കെയാണ് ഏതൊക്കെയാണ് നമ്മൾ കിച്ചണിലേക്ക് ആവശ്യമായിട്ടുള്ളത് എടുത്ത് വെക്കുന്നത്, അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് എല്ലാവരും കാണാൻ നോക്കുക, അപ്പോഴാണ് നമുക്ക് ഇതിലെന്തൊക്കെയാണ് പറയണത് ഏതാണെന്നുള്ളതൊക്കെ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഇങ്ങനത്തെ ഡപ്പകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മീഷോ ഒക്കെ ഒന്ന് കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ലാഭത്തിൽ കിട്ടും. അപ്പോൾ നമ്മൾ ഇതുപോലെ 3 ഡപ്പകളിൽ ഇതുപോലെ പഞ്ചസാര, കടല, പയർ അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു 3 ഡപ്പകളും കൂടെ ബാക്കിയുണ്ട്. അപ്പോൾ അതും കൂടെ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കലാപരിപാടി അവസാനിച്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കിച്ചണിലെ ചെറിയൊരു കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയത്. അപ്പോൾ കൂടുതലായിട്ടൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, മീഷോയിലൊക്കെ ഒന്ന് കയറി നോക്കുക, നമുക്ക് നല്ലൊരു ഓഫറിലാണ് കിട്ടുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.